ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോഡ്കാസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബ്ലോഗിംഗ് മോഡാണ്. യൂട്യൂബേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഒരു മോഡാണ്. ഇപ്പോൾ ഒരു പുതിയ മൊബൈൽ പോഡ്കാസ്റ്റിലാണ് ഞാനിപ്പോൾ കണ്ടത്. വേറെ മൊബൈലിൽ ആരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു വ്ളോഗിംഗ് മോഡ് ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ തേർഡ് ഓപ്ഷനായിട്ട് ലെഫ്റ്റിൽ നിന്ന് തേർഡ് ഓപ്ഷനായിട്ട് ഒരു ഇത് കാണാൻ പറ്റും. അതാണ് വ്ളോഗിംഗ് മോഡ്. വ്ളോഗിംഗ് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓൾറെഡി പല ടൈപ്പിലുള്ള വ്ളോഗിംഗ് ഇൻട്രോസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് കാണിച്ചു തരാം. ഉണ്ടല്ലോ, ഈ ടൈപ്പിൽ നമുക്ക് അതിന് ഓൾറെഡി മ്യൂസിക് ഉണ്ടാവും. ഞാൻ മ്യൂസിക് കുറച്ചിട്ടിരിക്കുന്നത് ഇത് വേണ്ടാന്ന് വെച്ചിട്ടാണ്, കോപ്പിറൈറ്റ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് മോഡുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് മോഡ്. അത് നമുക്ക് പല രീതിയിലായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. വ്ളോഗിങ് നമുക്കനുസരിച്ച് ഇതിൻ്റെ മോഷൻ അനുസരിച്ച് നമ്മുടെ ക്യാമറ മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് സ്റ്റാർട്ട് വ്ളോഗ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പറ്റും. അങ്ങനെ നമുക്കൊരു 7 ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് വ്ളോഗിങ് ചെയ്യാവുന്നതാണ്. ഞാൻ എക്സാമ്പിളായിട്ട് വീഡിയോ എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. 7 ഓപ്ഷൻസാണ് എൻ്റെ അറിവിൽ കിട്ടുന്നത്. ആ ഓപ്ഷൻസ് വെച്ച് നമുക്ക് വീഡിയോസ് എടുക്കാം. അപ്പോൾ ഞാൻ ചുമ്മാ ഇതെങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരാം. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ വ്ളോഗിൽ ക്ലിക്ക് ചെയ്യാം. വ്ളോഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 സെക്കൻഡിൻ്റെ വീഡിയോ അല്ലെങ്കിൽ 12 സെക്കൻഡ് വീഡിയോ ആണ് വരുന്നത്. ചിലതിൽ 11 വരുന്നുണ്ട്, ചിലതിൽ 12 വരുന്നുണ്ട്, ചിലതിൽ 14 വരുന്നുണ്ട്. 5 വീഡിയോസാണ്, 5 ടൈപ്പ് മോഷനിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇൻട്രോ വീഡിയോസ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 3 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫ്രെയിമിലേക്ക് പോകാം. നെക്സ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാണ് നെക്സ്റ്റ് ഫ്രെയിമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഫ്രെയിമിൽ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വരും. ഓക്കെ, ഇനി തേർഡ് ഓപ്ഷനായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ പുറത്തൊരു വ്യൂ ആണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഞാൻ പുറത്തൊരു വ്യൂ ആണ് തേർഡ് ഓപ്ഷനായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് ഓപ്ഷനായിട്ട് ഞാൻ ഏതെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഫോർത്ത് ഓപ്ഷനായിട്ട് ഞാൻ ഈ സൈഡാണെന്ന് വിചാരിച്ചോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ 4 ഓപ്ഷൻസാണ് കാണിച്ചത്. അപ്പോൾ 4 വീഡിയോസാണ് എടുക്കേണ്ടത്. സോറി. അപ്പോൾ നമ്മൾ 4 വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ പ്രോസസ്സിംഗ് ടൈം എൻ്റെ അറിവിലൊരു 5 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അതൊന്ന് എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വീഡിയോ റണ്ണാക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വീഡിയോൻ്റെ ഇഫക്റ്റുകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മൊബൈൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. മ്യൂസിക് ഉണ്ട്, ഞാൻ മ്യൂസിക് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കൊന്നും കൂടി ഒന്ന് റണ്ണാക്കി നോക്കാം. ഒന്ന് കണ്ടില്ലെങ്കിൽ ഒന്നും കൂടി റണ്ണാക്കി നോക്കാം. കാണല്ലോ, നല്ല ഒരു യൂട്യൂബ് വീഡിയോസിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കാൻ ബെസ്റ്റ് എഡിറ്റിംഗ് ആണ് ഇവർ തന്നെ ചെയ്യുന്നത്. നമുക്ക് വേറെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് അത് എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇൻ കേസ് ഇങ്ങനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ആ സോഫ്റ്റ്വെയർ പഠിക്കണം, കാര്യങ്ങളെല്ലാം പഠിക്കണം. പിന്നെ കുറേ ടൈം എടുക്കും ഇതൊക്കെ ചെയ്ത് നമ്മളൊന്ന് സക്സസ് ആയി വരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇൻട്രോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നും ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ടയും കാര്യമില്ല ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മ്യൂസിക് എന്താ കൊണ്ട് വയ്ക്കാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചോദിക്കുക എന്തുകൊണ്ട് വയ്ക്കാഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ റീസണുള്ളൂ, നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും ചില സമയങ്ങളിൽ. അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സുകൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വയ്ക്കാൻ പറ്റുന്നത്. ഈ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു വേറെ മൊബൈലിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ ഇതുമായി ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാനെന്നുണ്ടെങ്കിൽ ഒരു 12 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ ഒപ്പം ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ആ വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.